ഹായ് ഫ്രണ്ട്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്സാണ്. ഇതിന് നമുക്ക് എന്തൊക്കെ 3 ചേരുവകൾ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് മുടി അമിതമായി വളരുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഗുണകരമായ ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായും വേണ്ടുന്നത് റോസ്മേരി ഇലകളാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അമിതമായി ആളുകൾ റോസ്മേരിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ വിലക്കുറവിൽ തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അതിനാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾക്ക് കുറഞ്ഞ പൈസ ചിലവില്ലാതെ തന്നെ റോസ്മേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ റോസ്മേരി നമ്മുടെ തലയോട്ടിയിൽ രക്തത്തിൻ്റെ പ്രവാഹം നല്ല രീതിയിലാക്കുകയും അതുപോലെ തന്നെ ഇത് മുടി തഴച്ച് വളരുകയും നര മാറാനും എല്ലാം റോസ്മേരിയുടെ ഇല ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നു. ഇത് മുടിക്ക് നല്ല മിനുസവും കറുപ്പും നൽകാൻ സഹായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒന്നാണ് ഗ്രാമ്പു. ഗ്രാമ്പുവിൽ നമ്മൾക്ക് ഭക്ഷണത്തിൽ മാത്രമല്ല, അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം ഗുണം ഗ്രാമ്പു നൽകുന്നു. ഗ്രാമ്പുവിൽ ധാരാളമായിട്ടും വൈറ്റമിൻ കെ, സി എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ മുടിയുടെ ഉള്ള് കൊഴിഞ്ഞു പോകുന്നവർക്ക് അവരുടെ മുടി സംരക്ഷിക്കാൻ നല്ലതാണ്. അതുപോലെ ഈ ഗ്രാമ്പു നമ്മൾക്ക് തലയുടെ രക്തയോട്ടം വർദ്ധിക്കുന്നതിനും വളരെയധികം ഗുണം ചെയ്യുന്നു. പിന്നെ താരൻ്റെ അമിതമായി ശല്യമുള്ളവർക്ക് താരൻ മാറുന്നതിനും നമ്മൾക്ക് ഗ്രാമ്പു ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രാമ്പുവിനും നമ്മുടെ മുടിയുടെ വളർച്ചയിൽ വലിയൊരു പങ്കാണ് ഉള്ളത്. മൂന്നാമതായിട്ട് ഉള്ള ഒരു വസ്തു മുടിയുടെ ആരോഗ്യത്തിന് പുതിനയിലയാണ്. പുതിനയില നമ്മൾ സാധാരണ ഭക്ഷണത്തിലാണ് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും പുതിന നല്ല രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പുതിനയിൽ വൈറ്റമിൻ എ, സി കൊണ്ട് സമ്പുഷ്ടമാണ്. അതുകൊണ്ട് പുതിന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മൾക്ക് വളരെ ഗുണം ചെയ്യും. അതുപോലെ പുതിന നമ്മൾ ഈ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിലുള്ളവർക്കും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നു. അതുപോലെ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഓയിൽ തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയിൽ ആവശ്യമായിട്ട് നമ്മുടെ ഈ റോസിൻ്റെ ഇല, റോസ്മേരിയുടെ ഇല ഇടുക. അതിനുശേഷം അതിൽ ഒരു 4 ഗ്രാമ്പു ഇടുക. അതിനുശേഷം പുതിന ഇലയും കൂടി ഒരു 5 എണ്ണം ചേർക്കുക. അത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം വറ്റിച്ചെടുക്കുക. ഇങ്ങനെ വറ്റിച്ചെടുത്ത ആ എണ്ണ വേണം നിങ്ങൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. ഇങ്ങനെ നിങ്ങൾ നിരന്തരം 1 മാസം ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ വളർച്ച ഉണ്ടാകുന്നതായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.